നിങ്ങളിൽ എത്ര പേർക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല. പഴംപൊരിയും ബീഫും കോട്ടയത്തൊക്കെ ഏത്തയ്ക്കാപ്പം എന്ന് പറയും. ഇത് ആക്ച്വലി അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി കോമ്പിനേഷൻ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ. ഈ നമ്മുടെ വട്ടയപ്പവും ചിക്കൻ കറിയും കഴിച്ചാൽ കിട്ടുന്ന ഒരു സെയിം ഫീലിംഗ്. അടിപൊളിയാണ്. നല്ല പഴുത്ത പഴം എടുത്ത് നമ്മുടെ അതും ഗോതമ്പ് മാവില് വറക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ആ ഏത്തയ്ക്കാപ്പവും നല്ല എരിവുള്ള പെപ്പറൊക്കെ ഇട്ട് ബീഫ് കറിയും കൂടെ കൂട്ടി കഴിച്ചാല് ഇടുക്കൻ കോമ്പിനേഷൻ ആണ്. ഈ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ മൈദയാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിലും കുറച്ച് ഗോതമ്പ് പൊടിയില് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് മധുരമൊക്കെ ചേർത്ത് എള്ളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഏത്തയ്ക്കാപ്പത്തിന് കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ബീഫ് ഉണ്ടാക്കുമ്പം അത് തക്കാളി ഇല്ലാതെ കുഞ്ഞുള്ളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക്കും പിന്നെ ആവശ്യത്തിന് മസാല എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇത്രയും മസാല മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളൂ. അതും കറക്റ്റ് ഒരു അളവിൽ മസാല കൂടി പോയാൽ ഭയങ്കരമായിട്ട് ബീഫിൽ പൊതിഞ്ഞിരിക്കും. പിന്നെ അതിന്റെ ഒരു ഒറിജിനൽ ബീഫിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഇത്രയും ഇട്ട് പ്രോപ്പറായിട്ട് വേവിച്ചൊരു പ്രോപ്പർ കറിയായിട്ട് എടുത്തു കഴിയുമ്പം പിന്നെ എന്നാ വേണോന്ന് വെച്ചാല് പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് കറിയും പിന്നെ പൊടിച്ചെടുത്ത കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാല് സംഭവം റെഡി. ചുമ്മാ ഒന്ന് ഏത്തയ്ക്കാപ്പവും ബീഫും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി അമേസിംഗ്. ബൈ.